എറണാകുളത്ത് കൊച്ചിയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട സംവിധായകരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വരുന്നു. എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതാതു സമയം പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ശരൺ. ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ബ്രേക്കിംഗ്? നമുക്ക് ശരണിനോട് ചോദിക്കാം. ശരൺ, എന്താണ് ഈ മണിക്കൂറിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്? അരുൺകുമാർ, സിനിമാറ്റോഗ്രാഫർ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ്. അതായത് എക്സൈസിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് സമീർ താഹിറിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ഫ്ലാറ്റിലേക്ക് പല ആളുകളും എത്തുകയും സിനിമാ മേഖലയിലെ പല ആളുകളും എത്തുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകും എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് എക്സൈസിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒന്ന്, സമീർ താഹിർ കൂടി ഉൾപ്പെട്ടതാണോ ഈ സംഘം എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിൽ സമീർ താഹിറിനും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ സമീർ താഹിറിന് ഇത്തരത്തിൽ ഫ്ലാറ്റ് മറ്റുള്ളവർക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അത് ആരൊക്കെയാണ്, സിനിമാ മേഖലയിലെ ആരൊക്കെയാണ് സ്ഥിരമായി അവിടെ വന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതെന്ന് കൂടി എക്സൈസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ഒരു വിവരം ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമീർ താഹിറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ സമീർ താഹിർ നീലാകാശം, പച്ചക്കടൽ, ചാപ്പാക്കുരിശ് എന്നീ സിനിമകളുടെ സംവിധായകനാണ്. അതേപോലെ അദ്ദേഹം ആവേശം പോലെ, മിന്നൽ മുരളി പോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഛായാഗ്രാഹകൻ കൂടിയാണ്. സമീർ താഹിറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. വാർത്തയാണ് ഇപ്പോൾ ശരൺ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.